ളെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മീപ്പുഗിരി സ്വദേശിയായ 55-കാരൻ ഗണേശനെയും +2 വിദ്യാർത്ഥിനി വൈഷ്ണവിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയാണ് വീട്ടിനകത്ത് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. കാസർഗോഡ് ഒരു അച്ഛനും മകളും ഒരേ മുറിയിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് കേട്ടത്. 55 വയസ്സുകാരനായ ഗണേഷ് എന്ന പിതാവും 17 വയസ്സുള്ള +2 വിദ്യാർത്ഥിനിയുമായ വൈഷ്ണവിയുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആദ്യം ആത്മഹത്യ ചെയ്തത് വൈഷ്ണവിയാണ്. വാടക വീട്ടിലെ കിടപ്പുമുറിയിലെ ഹുക്കിലാണ് വൈഷ്ണവി തൂങ്ങിയത്. ഇത് കണ്ടിട്ട് പരിഭ്രാന്തനായ ഗണേഷ് തൊട്ടടുത്തുള്ള അയൽ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയും അയൽവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്ന് വാതിലുകളും ജനലുകളും എല്ലാം അടച്ചതിനു ശേഷം അതേ ഹുക്കിൽ തന്നെ ആ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് തന്നെ ആ പിതാവും ആത്മഹത്യ ചെയ്തു. മകൾ മരിച്ചതിൽ മനംനൊന്താണ് ഈ പിതാവും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇനി അതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അയൽവാസികൾ പറയുന്നത് അടുത്ത വീടുകളിലേക്ക് ഓടി വന്ന് മകൾ മരിച്ച് തൂങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം തിരിച്ച് പിതാവ് വീട്ടിലേക്ക് പോയി എന്നാണ്. പിന്നീട് ഇവർ ചെന്ന് നോക്കുമ്പോൾ ജനലുകളും വാതിലുകളുമെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പിന്നീട് പോലീസ് വന്നിട്ടാണ് തുറന്ന് അകത്ത് കയറി നോക്കുന്നത്. അപ്പോഴാണ് പിതാവും മകളും ഒരേ ഹുക്കിൽ തന്നെ തൂങ്ങി മരിച്ച് കിടക്കുന്നത് കാണുന്നത് എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഈ വൈഷ്ണവിയെ കൂടാതെ ഒരു മകനും വേറൊരു മകളും കൂടിയുണ്ട് ഗണേഷിന്. ആ മകളെ വിവാഹം കഴിച്ചു വിട്ടതാണ്. മകൻ അന്ന് സന്ധ്യ വരെ വീട്ടിലുണ്ടായിരുന്നു. മകന് കാറ്ററിംഗ് പരിപാടിയാണ് ജോലി. സന്ധ്യ കഴിഞ്ഞ് കാറ്ററിംഗ് പരിപാടിക്കായി മകൻ പോയി. അതിനുശേഷമാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. പിതാവ് മകളുടെ മരണം കണ്ടതിലുള്ള മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ 17 വയസ്സുള്ള വൈഷ്ണവിയുടെ ആത്മഹത്യ എന്തിൻ്റെ പേരിലാണ് എന്നറിയില്ല. വൈഷ്ണവിയുടെ അമ്മ ഹോം നേഴ്സാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടിൽ വരാറുണ്ട്. ആ സമയത്ത് അച്ഛനും മകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എന്താണ് വൈഷ്ണവി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ അറിയാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഈ അച്ഛന്, അതായത് ഗണേഷ്, ഒരു പോക്സോ കേസിലെ പ്രതി കൂടിയാണ് എന്ന്. അതുകൊണ്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ ഈ വൈഷ്ണവിയുടെ മരണത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ അവസ്ഥ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം അച്ഛനെ ആയാലും സഹോദരനെ ആയാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇങ്ങനെ ഒരു പോക്സോ കേസ് കൂടി ഉള്ളതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അയൽവാസികളെ വിവരം അറിയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. സാധാരണ അയൽവാസികൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ ഓടിച്ചെല്ലുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ഒന്നുകിൽ അവർ പേടിച്ചിട്ടായിരിക്കണം. പോലീസ് വരാത്തത് കൊണ്ട് ചെന്ന് അഴിച്ചിടാനുള്ള മടി കൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഇവരും അയൽവാസികളും തമ്മിലുള്ള അടുപ്പം കുറവായിരിക്കും. ഇവരധികം നാളായിട്ടില്ല ഈ വാടക വീട്ടിൽ താമസമായിട്ട്. പക്ഷേ അയാൾ വന്ന് പറഞ്ഞപ്പോഴേ അയൽവാസികൾ ഓടിച്ചെന്നിരുന്നെങ്കിൽ ഈ ഗണേഷിൻ്റെ മരണം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അവർ പോലീസ് വരുന്നത് വരെ കാത്തുനിന്നു. ഗണേഷാണെങ്കിൽ മകൾ മരിച്ചതിൻ്റെ വിഷമത്തിലായിരിക്കാം അയാളും ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു ആത്മഹത്യയെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. പ്രതിസുത വരനും വധുവുമായ അനുശ്രീയും അമലും ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നല്ലോ. അവരും ഇതുപോലെയാണ്, ഒരു തമാശ കാണിച്ചതാണ്. രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ഡിസംബർ 26 വിവാഹം നടത്താനിരിക്കുകയായിരുന്നു. രണ്ടുപേരും SBIയിൽ നല്ല ഉദ്യോഗസ്ഥരുമാണ്. അവർ കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നതിന് വേണ്ടിയിട്ട്
വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി വരികയും വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയും ചെയ്തതാണ്. അതിനുശേഷം ഒരു വീഡിയോ കോൾ ചെയ്യുകയും ആ വീഡിയോ കോളിനകത്ത് അവർ തമ്മിൽ എന്തോ സംസാരിച്ച് പിണങ്ങുകയും ചെയ്തപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അനുശ്രീ താൻ ചാവാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് ഒരു സാരി എടുത്ത് ഹുക്കിനകത്ത് ഉടക്കി കഴുത്തിൽ കുരുക്കിട്ടതാണ്. പക്ഷേ സ്റ്റൂള് തെന്നിപ്പോയി ആ കുരുക്ക് മുറുകുകയും അനുശ്രീ മരിക്കുകയും ചെയ്തു. ഇത് ആ പയ്യൻ വീഡിയോ കോളിലൂടെ കാണുകയും ചെയ്തു. അത് കണ്ട് പരിഭ്രാന്തനായി ആ അമൽ അനുശ്രീയുടെ അച്ഛനെ വിളിക്കുകയും അയാൾ പെട്ടെന്ന് തന്നെ ആ അനുശ്രീ താമസിക്കുന്ന അയലത്തുകാരെ വിളിക്കുകയും അവർ ചെന്ന് നോക്കുമ്പോൾ അനുശ്രീ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അമലിനെ വിളിച്ചിട്ട് അമലാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കുകയും ചെയ്യുന്നില്ല. അമൽ ഈ സമയത്ത് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കൂട്ടുകാർക്കൊക്കെ ലൊക്കേഷനും അയച്ചു കൊടുത്തിട്ട് അമലും അങ്ങ് തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴുള്ള കുട്ടികളുടെ ഒരു സ്വഭാവമാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ചാവുന്നു, ഞാൻ ചാവാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു മൊബൈൽ കൊടുത്തില്ലെങ്കിലോ പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഈ അനുശ്രീയും അമലും കാണിച്ചത്. ഒരു തമാശ കാണിച്ചതാണ്, പക്ഷേ അത് കാര്യമായിപ്പോയി. അതുപോലെ ഇവിടെ വൈഷ്ണവിയുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്കറിയില്ല. ആ കുട്ടിക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. കാരണം അമ്മ എപ്പോഴും വീട്ടിലില്ലല്ലോ. അമ്മ വല്ലപ്പോഴും കൂടി വീട്ടിൽ വരികയല്ലേ ചെയ്യുന്നുള്ളൂ. ആരോടും പറയാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അതിന് ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനി ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വന്നാൽ മാത്രമേ എന്താണ് വൈഷ്ണവിക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പ്രാഥമിക നിഗമനത്തിൽ അച്ഛൻ മരിച്ചിരിക്കുന്നത് മകൾ മരിച്ചതിൽ മനംനൊന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. എന്തായാലും പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും കൂടിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നെ കാണാം.